ഹലോ. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനലും നമ്മളെയും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് PCOD എന്താണ് പിന്നെ അതെങ്ങനെയാണ് നമുക്ക് നോർമലാക്കി കൊണ്ടുവരേണ്ടത് എന്നാണ് കേട്ടോ. അപ്പം മുന്നേ എനിക്കും PCOD ഉണ്ടായിരുന്നു. അപ്പോൾ പീരിയഡ്സ് ഒന്നും റെഗുലറായിട്ട് വരാത്തത് കാരണമാണ് ഞാനിത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തത്. അപ്പോൾ ഡോക്ടർ സ്കാനിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് PCOD ഉണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു കേട്ടോ. ആദ്യം ഞാൻ എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടറെയാണ് കാണിച്ചത്. അതിന് ശേഷം ഞാൻ ആയുർവേദത്തിലേക്ക് മാറ്റിയിട്ടാണ്. ആയുർവേദത്തിലേക്ക് കാണിച്ചപ്പോൾ പൂർണ്ണമായും എൻ്റെ PCOD മാറിയിട്ടുണ്ട്. അപ്പോൾ PCOD വരാൻ കാരണം മെയിനായിട്ട് നമ്മളെ ഹോർമോൺസിൻ്റെ ചേഞ്ചസ് ആണ് കേട്ടോ. ഹോർമോൺസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് നമുക്ക് PCOD വരുന്നത്. PCOD വരുമ്പം അതിൻ്റെ കൂടെ തന്നെ ചില സമയത്ത് നമുക്ക് തൈറോയിഡ്, ഷുഗർ അങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മെയിനായിട്ട് നമ്മൾ ഡയറ്റിങ് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സസൈസിങ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ, കൂടാതെ നമ്മൾ ബേക്കറി ഐറ്റംസും കഴിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഡോക്ടർ തരുന്ന മരുന്നും കാര്യങ്ങളും ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായും നമ്മുടെ PCOD മാറുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് പൊതുവേ നമ്മൾ കൗമാരക്കാരായ കുട്ടികൾ മുതൽ ഒരു 30-35 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. കാരണം ഇത് നമ്മളെ നിത്യജീവിതത്തിൽ ഇപ്പോൾ സാധാരണ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ അങ്ങനെയൊക്കെ വരുന്ന രോഗങ്ങളെപ്പോലെ തന്നെയാണ് ഇപ്പോൾ PCODയും കണ്ടുവരുന്നത്. അതായത് PCOD അല്ലെങ്കിൽ PCOS. ഇത് നമ്മളെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രോഗം വരുമ്പോൾ ഒന്നാമതായിട്ട് നമ്മളെ പീരിയഡ്സ് റെഗുലറായിട്ട് വരില്ല. അതുപോലെ തന്നെ വയറുവേദന, ശരീരത്തിൽ ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ നമുക്ക് പ്രഷർ എന്ന് പറയാനാവില്ല, ഭയങ്കര പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് കേട്ടോ. നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രോസസ്സിങ് ആണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രോസസ്സിങ് നടക്കുക എന്ന് പറയുമ്പോൾ പീരിയഡ്സ് സമയങ്ങളിലാണല്ലേ നമ്മളെ ശരീരത്തിലുള്ള മോശം ബ്ലഡ് പുറത്തു പോവുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ ശരീരത്തിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ഡിപ്രഷൻസ് കാര്യങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻസ് ആണ് നമുക്ക് ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. വല്ലാത്തൊരു ഒറ്റപ്പെടൽ, ഭയങ്കര ദേഷ്യം, കാര്യങ്ങൾ ആരോടാണ് ദേഷ്യപ്പെടുന്നതെന്നില്ല, എന്തിനാണ് ദേഷ്യപ്പെടുന്നതെന്നില്ല, അങ്ങനെ കാരണങ്ങളില്ലാതെയുള്ള ദേഷ്യം കാര്യങ്ങളൊക്കെ ഇത് മെയിനായിട്ടും വരുന്നതാണ് കേട്ടോ. അപ്പം നമ്മളിത് മെയിനായിട്ട് PCOD നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ഡോക്ടേഴ്സ് പറയും നമ്മൾ PCOD ഉണ്ടായിക്കഴിഞ്ഞാൽ ഫാമിലി ഗ്രോത്ത് ആവുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ എന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ആ ഒരു പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ PCOD അതായത് കുഞ്ഞുങ്ങളുണ്ടാകാത്ത സമയത്ത് മാത്രം നമ്മൾ പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവില്ലല്ലോ. അപ്പോൾ മുന്നേ തന്നെ ഇതിന് നമുക്ക് പീരിയഡ്സ് റെഗുലർ ആകുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ശരീരത്തിൽ മാറ്റം ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും പോയിട്ട് നമ്മൾ ഒരു ഡോക്ടറെ കാണിച്ച് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതായത് PCOD ആണോ എന്ന് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. അതാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് PCOD വന്നത് എൻ്റെ ഡെലിവറി കഴിഞ്ഞ് ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് PCOD ഉണ്ടെന്ന് മനസ്സിലായത്. അതിന് ശേഷം പീരീഡ്സ് ആവുന്നില്ല, അതുപോലെ തന്നെ ശരീരത്തിൽ ചൊറിച്ചൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഡെലിവറി എടുത്ത ഡോക്ടറെ കാണിച്ചത്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് കേട്ടോ. അതിന് മുന്നേ ഈ PCOD എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഓവറിക്ക് ചുറ്റും ഇങ്ങനെ ചെറിയ കുമിളകളായിട്ട് ഉണ്ട്. അത് കുറച്ചേ ഉള്ളൂ, നോർമൽ ആയിട്ട് തുടക്കമാണ് എന്നാണ് എന്നോട് അന്ന് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് തന്നെ തുടക്കമായതുകൊണ്ട് തന്നെ എന്നോട് അരിഭക്ഷണം പൂർണ്ണമായും കഴിക്കാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1-2 മാസക്കാലം ഞാൻ അരിഭക്ഷണം മെയിനായിട്ട് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ PCOD മാറ്റിയെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ എങ്ങനെയാണ് എൻ്റെ തടി, ഞാൻ ഡെലിവറിക്ക് ശേഷം ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തടിച്ച ആളുകളിലും PCOD വരുമെന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ വെയിറ്റ്
കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിന് മെയിനായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പം ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, എന്തൊക്കെ ഭക്ഷണമാണ് കഴിച്ചത് എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ അടുത്ത പാർട്ട് 2 ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.